Hello friends, welcome to the channel. 𝙑𝙗𝙬𝙬 എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ട്രൂകോളറിനെ കുറിച്ചാണ്. അപ്പോൾ ട്രൂകോളറിൻ്റെ ഡാറ്റാബേസ് നമ്മുടെ നമ്പർ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ നമ്പർ ഇല്ലാത്തവർക്കും വരെ നമുക്ക് നമ്മളെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പേരും ഡീറ്റെയിൽസ് കിട്ടില്ല. നമ്പർ നമുക്ക് പേര് അറ്റ്ലീസ്റ്റ് നമ്മുടെ പേരെങ്കിലും ശരിക്കും കണ്ടുപിടിക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ട്രൂകോളർ വെച്ചിട്ട് നമുക്ക് ആരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 95% ഈസിയായിട്ട് പറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ട്രൂകോളറിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ നമ്മുടെ പേരും മൊബൈൽ എന്താ പറയുക ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇത് ട്രൂകോളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രൂകോളർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ കുറേ പെർമിഷൻ ചോദിക്കും. അവർ ശരിക്കും ട്രൂകോളർ നമ്മുടെ ഫോണിലുള്ള ഡാറ്റാബേസ് നമ്മുടെ കോൺടാക്ട്സിൻ്റെ ഡാറ്റാബേസ് ഉണ്ടല്ലോ, കോൺടാക്ട്സ് ഡീറ്റെയിൽസ് ഫുള്ള് ഇവരുടെ സെർവറിലേക്ക് ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്രൈവസി ഇഷ്യൂ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറും അവരുടെ എന്താ പറയുക സെർവറിലേക്ക് ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഇത് ആക്ച്വലി ഇപ്പോൾ ട്രൂകോളർ യൂസ് ചെയ്യാത്തവരുടെ നമ്പർ പോലും അതിലുണ്ടാവും. അതിങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രൂകോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റാബേസ് ഓൾറെഡി സെർവറിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പേര് അതിലുണ്ടാവുമല്ലോ, അങ്ങനെ അത് അപ്ഡേറ്റ് ആവും. പക്ഷേ അവർ സേവ് ചെയ്ത നെയിമിലാണ് അത് അപ്ലോഡ് ആവുക. അപ്പോൾ നോർമലി ഇപ്പോൾ ട്രൂകോളർ ഉപയോഗിക്കുന്ന അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒറിജിനൽ പേര് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ നമ്മൾ ട്രൂകോളറിൽ സൈൻ ഇൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഇവർ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലൊക്കെ ട്രൂകോളർ ഏതാണ് കറക്റ്റ് നെയിം എന്നൊക്കെ നോക്കിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അല്ലാത്തതും അങ്ങനെ കുറേ ഉടായ്പ പേരുകൾ കാണിക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് എങ്ങനെ നമ്മുടെ പേര് ഇവരുടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോൾ ട്രൂകോളർ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇനി ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പേര് എങ്ങനെ നമ്മൾ ഇവരുടെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് നമ്മുടെ പേര് ഇവരുടെ സെർവറിൽ നിന്ന് നമുക്ക് അൺലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ആക്ച്വലി ഒരു ലിങ്ക് ഉണ്ട്. ഇവരൊരു ലിങ്ക് ഉണ്ട് ട്രൂകോളറിൻ്റെ തന്നെ. അതിൽ കയറി നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഫോൺ നമ്പറും പിന്നെ നമുക്കൊരു എന്താ പറയുക ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും OTP വന്നിട്ട് നമുക്ക് നമ്മുടെ പേര് നമ്മുടെ ഡാറ്റാബേസിൽ അൺലിസ്റ്റ് ചെയ്യാൻ പറ്റും. വെറുതെ ഈസിയാണ്. ഞാൻ എന്തായാലും താഴെ നമ്മുടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൂകോളറിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് തേർഡ് പാർട്ടി സംഭവങ്ങളൊന്നും നല്ല സേഫ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ നമ്മുടെ നമ്പർ കൊടുക്കുക, ഈ ക്യാപ്ഷൻ കൊടുക്കുക, OTP കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ട്രൂകോളറിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ 8 യൂസ് ആയിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്തായാലും ലിങ്ക് താഴെ കൊടുക്കുന്നത്, അതിന് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ പേജിൽ നമ്മുടെ ചാനൽ പേജ് നമ്മുടെ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹോം പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 കാറ്റഗറി അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ URL കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് എന്തായാലും എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കമൻറ്റും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഉണ്ടാവില്ല. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ. അയ്യോ.